സീതയ്ക്ക് എങ്ങനെയുണ്ട്? നീ വിളിച്ചു നോക്കിയോ? മഹിയോടുണ്ട്. ഞാൻ വിളിച്ചപ്പോ ICUവിൽ തന്നെയാണെന്നാ പറഞ്ഞത്. ഈ മഹി എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ പോകുന്നേ? അവരെന്താ ഇതിൽ കാര്യം? വല്ലയിടത്തു നിന്ന് വന്നവളെയൊക്കെ ചുമന്നു നടക്കലാണോ ഇവന്റെ പണി? എവിടുന്ന് വന്നതാണെങ്കിലും സീതയ്ക്ക് വയ്യാതായത് ഇവിടെ വെച്ചല്ലേ. അപ്പോ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാ. പിന്നെ മഹി അവിടെ നിൽക്കുന്നത് ഈ വീട്ടിൽ കുറച്ചും മനുഷ്യപ്പറ്റും എല്ലാവരുടെ അവസ്ഥ മനസ്സിലാക്കുന്നതും അവനാ. മദറിനൊരു മോളല്ലേ ഉള്ളൂ. പെട്ടെന്നൊരു നെഞ്ചുവേദന വന്ന് വീണ അപ്പോഴും അവൻ അവിടെ ഉണ്ടാവും. അമ്മാവനെ പോലെയാണോ ജോലിക്കാരി? ദേ രമേ, ഞാനൊരു കാര്യം പറയാം. ഈ സീത എന്ന് പറയുന്നവളൊക്കെ എവിടുന്നാ വന്നേന്നൊന്നും നമുക്കറിയില്ല. അവസാനം ഇവിടെ എങ്ങാനും കിടന്ന് ചത്തുപോയാ ഇവിടെയുള്ളവര് കേറി ഇറങ്ങേണ്ടി വരും. പറഞ്ഞേക്കാം. അതിനു മുൻപ് ഇതിനെയൊക്കെ പറഞ്ഞു വിടാൻ നോക്ക്. നീ എന്ത് വർത്തമാനമാ നീലിമ ഈ പറയുന്നത്? അസുഖം എന്ന് പറയുന്നതേ ആർക്കും എപ്പം വേണേലും വരാം. അതിനിങ്ങനെയാണോ സംസാരിക്കുന്നത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കിയൊക്കെ നിങ്ങളെല്ലാരും കൂടി അങ്ങ് അനുഭവിച്ചാ മതി. ഓ രമേ, നീ മഹിയെ പറഞ്ഞു മനസ്സിലാക്കണം. നേരത്തെ ജയേട്ടൻ പറഞ്ഞ് മനുഷ്യത്വം കാണിക്കേണ്ടതേ ജോലിക്കാരികളോടല്ലെന്ന്. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി വരുന്നതൊക്കെ അവൻ അനുഭവിക്കട്ടെ. അവനെ പണ്ടേ ഞാൻ എഴുതി തള്ളിയതാ. അതങ്ങനെ തന്നെ വേണമല്ലോ. ആവശ്യത്തിന് ഉപകരിക്കുന്നവരെ തന്നെ എഴുതി തള്ളണം. അടിയൻ ആ പറഞ്ഞതിന്റെ അർത്ഥം ഈ ഇരിക്കുന്നവനെ കൊണ്ട് ഒരു ഉപകാരമില്ലെന്നല്ലേ? അല്ല, അങ്ങനെയല്ലേ അളിയ? ഞാൻ പറയാത്ത കാര്യത്തിന്റെ അർത്ഥം ഭദ്രൻ കണ്ടുപിടിക്കണ്ട. അല്ല, ഈ സീത എന്ന് പറയുന്നവൾക്ക് ആ ഒരു പെങ്കുച്ചു മാത്രമേ മക്കളായിട്ടുള്ളോ? വേറെ മക്കളൊന്നുമില്ലേ? ആ, ചിലപ്പോ കാണുമായിരിക്കും. ഇവളുടെയൊക്കെ സ്വഭാവത്തിന് അവര് മൈൻഡ് ചെയ്യാത്തതായിരിക്കും. നീലിമേ,